സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അൻ-നിഅമത്തുൽ കുബ്ര, ഏറ്റവും വലിയ നിഅമത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബ് ചേർന്ന് നിൽക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കേവലം പ്രത്യക്ഷത്തിൽ പറയാനുള്ള നേതാവല്ല, മറിച്ചോ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ട നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വേണേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ വരുമ്പോൾ ആഘോഷിക്കണോ വേണ്ടേന്ന് ആരും സംവാദം നടത്തേണ്ട ആവശ്യമില്ല, തർക്കം നടത്തേണ്ട ആവശ്യമില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ, നീ ആഘോഷിച്ചോ. ആ സന്തോഷം മഹബ്ബത്ത് കൊണ്ട് യാന്ത്രികമായി വരുന്ന സന്തോഷമാണ്. ഉമ്മാനെ സ്നേഹിച്ചത് നിയമം മൂലം പഠിച്ചത് കൊണ്ടല്ല. ഉപ്പാനെ സ്നേഹിക്കുന്നത് നിയമപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല. എന്നാൽ ഉമ്മയെയും ഉപ്പയെയും കാൾ സ്നേഹിക്കേണ്ട ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്നത് ഒരു മുഅ്മിനിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷമാണ്. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി, ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്, ഹൃദയമുള്ളവരുടെ ആഘോഷത്തിന്റെ മാസമാണ്. മദീനയോട് ചേർന്ന് ഹൃദയമുള്ളവരെ റബീഉൽ അവ്വൽ വരുമ്പോ ആരും പറയാതെ ഉള്ളിൽ വെളിച്ചം വരും, ആരും പറയാതെ ഉള്ളിൽ ആഘോഷം വരും, ആരും പറയാതെ നബി കീർത്തനത്തിന് ഹൃദയം ഒരുങ്ങും, വീടൊരുങ്ങും. അപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആഘോഷമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണിത്, അല്ലാതെ നിയമം കൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യമല്ല. ഇതൊരു മഹബ്ബത്തിന്റെ പ്രകാശനമാണ്, അനുരാഗത്തിന്റെ അടയാളമാണ്. മഹബ്ബത്തു റസൂലില്ലാഹി